നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഏതാണ്ട് 2 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് വർത്തായിട്ടുള്ള SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പഠിക്കാം. SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും പെയ്ഡ് പ്രൊഫഷണലൊന്നായ SAP കൺസൾട്ടൻ്റ് ആകുവാൻ, SAP പ്രൊഫഷണലാകുവാനായിട്ടുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. എന്ന് മാത്രവുമല്ല, ഈ കോളേജിലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ്, MBA MCA കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ജോബ് റെഡിനെസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻഡസ്ട്രി അലൈഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇൻഫോപാർ കമ്പനികൾ, പ്രത്യേകിച്ച് ആബാസോഫ്റ്റ്, നെസ് ടെക്നോളജി പോലെയുള്ള കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് അവസരങ്ങൾ, അതും ഫസ്റ്റ് സെമിസ്റ്റർ ഓൺവേർഡ്സ് ആയിട്ട് തന്നെ ഈ ജോബ് റെഡിനെസ് പ്രോഗ്രാമിലൂടെ തന്നെ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുത്തുകൊണ്ട് പഠനം തീരുന്ന മുറയ്ക്ക് ജോലി അവസരങ്ങളിലേക്ക് എത്തുവാനൊക്കെ സഹായകരമായ ഒരു കോളേജിനെയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. അപ്പോൾ ഈ കോളേജിൽ ലഭ്യമായിരിക്കുന്ന വളരെ യുണീക്കായിട്ടുള്ള ഈ പ്രോഗ്രാമുകൾ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ജയ് ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജ്മെൻറ്റ് ടീമിൽ നിന്ന്, അതല്ലെങ്കിൽ കൊച്ചി ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ആബാസോഫ്റ്റ് എന്ന കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ ഈ ഒരു അവസരം നമുക്ക് മനസ്സിലാക്കാം. ഓർക്കുക, 2024 മുതൽ ആരംഭിക്കുന്ന ബാച്ചിലെ സ്റ്റുഡൻസിനാണ് ഈ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ജയ് ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് വിശദമാക്കുവാനായിട്ട് ജയ് ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള AM കരീം സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹം. ഏതാണ്ട് 6ഓളം കോളേജുകൾ ആരംഭിച്ച ഒരു വ്യക്തിത്വം, അതല്ലെങ്കിൽ ഏതാണ്ട് 1600ഓളം കോളേജുകൾ അടങ്ങുന്ന ചേംബർ ഓഫ് കോളേജസിൻ്റെ ഒക്കെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന, എഞ്ചിനീയറിംഗ് കോളേജസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഏതാണ്ട് 2002 മുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കരീം സാർ, വെൽക്കം ടു കരിയർ. താങ്ക് യു സാർ. യെസ്. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ജയ് ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് സൗജന്യമായിട്ട് നൽകും എന്ന് ഞാൻ കേട്ടിരുന്നു. അതെന്താണ് എന്നൊന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതാണ് ഞാൻ പറയാം. KTUവിൻ്റെ കീഴിൽ ഒരു പുതിയ ഒരു തുടക്കം വന്നപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാനേജ്മെൻറ്റ് എടുത്തൊരു തീരുമാനമാണ്. അതായത് KTUവിൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ, അതായത് MBA MCA BBA BCA, അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോഴ്സുകളുണ്ട് നമ്മുടെ, അതുപോലെ തന്നെ പോളിടെക്നിക് ഉണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഒരു ലോഞ്ചിങ് ഓഫർ എന്ന നിലയിൽ, ഈ കോഴ്സുകളുടെ ലോഞ്ചിങ് ഓഫർ എന്ന നിലയിൽ നമ്മൾ 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വർത്തായിട്ടുള്ള SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ പഠിപ്പിക്കും. ഒരു പുതിയ തുടക്കമാകട്ടെ എന്ന് വെച്ചാൽ, കാരണം അവർ പുറത്തിറങ്ങിയ അല്ല, അവരിപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഏത് രാജ്യത്ത് ചെന്നാലും SAP ആണ് അവിടെ ERP. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് SAP കൺസൾട്ടൻ്റായ ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള ഒരു കോഴ്സ്, ലോകത്തിലെ തന്നെ ടോപ്പ് 3 ഏർണിംഗ് ഉള്ള ഒരു സർട്ടിഫിക്കേഷനാണ് SAP കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കൺസൾട്ടിങ് ഫേം തുടങ്ങി, അവർക്ക് സ്വന്തമായി ഏണിങ്സ്, അപ്പോൾ ജോലി ദാതാവാകാൻ കഴിയും. പിന്നെ അതുവഴി തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക്, അയൽവാസികൾക്ക്, സുഹൃത്തുക്കൾക്ക്, കുടുംബ ആൾക്കാർക്ക് ഒരു ജീവിത വഴി തുറന്നു കൊടുക്കാൻ കഴിയും. ആ രീതിയിൽ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ ജയഭാരതിൻ്റെ തന്നെ ഒരു പോളിസി തന്നെ, ഏൺ വൈൽ യു ലേൺ. ഇതാണ് പഠിക്കുമ്പോൾ തന്നെ ഒരു വരുമാനം സമ്പാദിക്കാനുള്ള ശീലം അവൾ വളർത്തി കൊടുക്കുക. അതിനുവേണ്ടി ഇവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് യൂണിറ്റുകളുണ്ട്, ലൈവ് പ്രൊജക്റ്റുകളുണ്ട്, ടാൽറോപ്പിൻ്റെ ലൈവ് പ്രൊജക്ട്സ് ഉണ്ട്, വേറെ അങ്ങനെ പല
കമ്പനികളുടെ ഉണ്ട്. ഓക്കെ. ലൈവ് പ്രൊജക്റ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു 1 കോടി രൂപയുടെ വർത്ത് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ നമ്മുടെ ഈ ജയ്ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നു എന്നൊരു വാർത്തയും കൂടെ കേട്ടു. അല്ല, അതും കൂടെ ഒന്ന് സൂചിപ്പിക്കും. അത് ജയ്ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് അപ് ടു 1 crore റുപ്പീസ് കൊടുക്കുന്നത്. അത് സാമ്പത്തികമായി താഴേക്കടിയിൽ അവരെ വിദ്യാഭ്യാസപരമായി അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു കൈത്താങ്ങായി കൊടുക്കും. നമ്മൾ അത് ശ്രമിക്കുന്നു. നമ്മൾ അത് എല്ലാ കോളേജുകൾക്കും കൂടിയുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ സാറിൽ നിന്ന് മനസ്സിലാക്കിയത് വലിയ ചില പ്രഖ്യാപനങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതായത് ഈ ജയ്ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ സൗജന്യമായിട്ട് പഠിക്കുന്നതിന് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഓഫർ എന്ന നിലയിൽ ഇവരുടെ സാറിൻ്റെ ടീം ഓഫർ നൽകുകയാണ്. എന്ന് മാത്രവുമല്ല, ഈ MBA MCA പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻഡസ്ട്രി എമേഴ്ഷൻ എന്ന രീതിയിൽ നെസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആബാസോഫ്റ്റ് പോലെയുള്ള ഇൻഫോ പാർക്ക് കമ്പനികളിൽ നിന്ന് അവരുടെ ഒരു പാർട്ട്ണർഷിപ്പോടെ കുട്ടികൾക്ക് ഈ ജോബ് റെഡി ആകുവാനായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ആരംഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതൊന്നും കൂടാതെ ഏതാണ്ട് 1 കോടി രൂപയോളമുള്ള സ്കോളർഷിപ്പുകളൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ചില അവസരങ്ങളാണ് ജയ്ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് വിശദീകരിച്ച കരീം സാർ നന്ദി. താങ്ക് യു. അപ്പോൾ ഈ ജയ്ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ജയ്ഭാരത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ടെക്നോളജിയുടെ കീഴിൽ MBA MCA പ്രോഗ്രാമുകൾക്ക് ലഭ്യമായിരിക്കുന്ന ഇൻഡസ്ട്രി എമേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻഡസ്ട്രി അലൈൻ പ്രോഗ്രാംസ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ ജയ്ഭാരത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അതിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഷമീർ മുഹമ്മദ് സാറ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ, വെൽക്കം ടു കരിയർ പാത്ത്. നമസ്കാരം. യെസ്. അപ്പോൾ സാറേ, എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് MBA MCAക്കാർക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാമോ? KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾക്കിപ്പോൾ പുതുതായിട്ട് MBA MCA പ്രോഗ്രാംസ് വന്നിട്ടുള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ ഇൻഡസ്ട്രി ആയിട്ട് ടൈപ്പിലോട് വർക്ക് ചെയ്യുന്ന കോഴ്സുകൾക്ക് ഒരു ഇൻഡസ്ട്രി റെഡിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ICT ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ വർഷം നമ്മൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു വ്യത്യസ്തത എന്നുള്ള രീതിയിൽ ഒരു ഇൻഡസ്ട്രി അക്കാദമിയെ ഗ്രാപ്പ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വളരെ ഒരു സൊല്യൂഷൻ തേടി നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജയ്ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻഡസ്ട്രി അലൈഡ് പ്രോഗ്രാം എന്നുള്ള ലേബലിൽ കേരളത്തിൽ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് അക്കാഡമിയ. ബേസിക്കലി കുട്ടികളെ എംപ്ലോയബിൾ ആക്കുക, അവരെ സ്കിൽഡ് ആക്കുക. ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഗ്രാജുവേറ്റ്സ് ആർ നോട്ട് എംപ്ലോയബിൾ എന്നുള്ള ഒരു സീരിയസ് ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് വി ആർ ഹാവിംഗ് ടൈ അപ്സ് വിത്ത് ലോട്ട് ഓഫ് കമ്പനീസ്. ഏതൊക്കെ കമ്പനികളാണ് ഒന്ന് സ്പെസിഫിക്കലി ഒന്ന് പേര് പറയാം? അബാസോഫ്റ്റ്, ഇൻഫോപാർക്ക് അബാസോഫ്റ്റ്, അബാസോഫ്റ്റ് ടെക്നോളജീസ്, then നെസ്റ്റ് ഗ്രൂപ്പ്, നെസ്റ്റ് വലിയ ഗ്രൂപ്പാണ്. then EME SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് എർജി എന്ന് പറയുന്ന കമ്പനി, സ്കിൽ മെർജ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആൻഡ് വി ആർ ട്രൈയിങ് ടു മേക്ക് ഇറ്റ് മോർ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഈ പ്രോഗ്രാം? ഇത് നമ്മുടെ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനും MBA MCA സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നുണ്ടോ? MBA MCA സ്റ്റുഡൻസിന് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ആണ് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അക്കാദമിക്സിനോട് കൂടെ തന്നെ അവർക്കൊരു ഇൻഡസ്ട്രി, റിയൽ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഓൺവേർഡ്സ് അവർ അക്കാദമിക്സിന്റെ കൂടെ തന്നെ ലൈവായിട്ടുള്ള ഇൻഡസ്ട്രി പ്രോജക്ട്സിന്റെ ഭാഗമാകുന്നു. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് റിയൽ ടൈം ഇഷ്യൂസ് മനസ്സിലാക്കുന്നു, അല്ലെ? റിയൽ ടൈം പ്രോജക്ട്സിലും അസോസിയേറ്റ് ചെയ്യുന്നു. കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് മെന്റർഷിപ്പ് കോഴ്സിലുടനീളം ഇവർക്കുണ്ട്. അതിലൂടെ തന്നെ അവർക്ക് നല്ല ഗ്രൂം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, കണ്ടിന്യൂസ് ലേണിംഗ്, പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, പിന്നെ സർട്ടിഫൈഡ് പ്രോഗ്രാംസ് അവർക്ക് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ശരി. അപ്പോൾ A to Z
കോർപ്പറേറ്റ് റിക്വയർമെന്റ് എല്ലാം തന്നെ അവർക്ക്. അപ്പോൾ 2 ഇയറിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ ജോബ് റെഡി ആയിരിക്കും. 2 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി അവരൊരു 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരു ഗ്രാജുവേറ്റ് എന്നുള്ളതിലപ്പുറം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള. അതുപോലെ തന്നെ ഇതിൽ നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് ഈ കമ്പനീസ് ഒരു പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ അവർക്കൊരു കൊടുക്കുന്ന രീതിയിലേക്ക് വരും. അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവരെ ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവർ അബ്സോർബ് ചെയ്യാനും, അപ്പോൾ അതൊരു പ്ലേസ്മെന്റിലേക്കാണ് ഇത് ഫൈനലി വന്നെത്തുക. അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് മറ്റു കമ്പനികളുമായിട്ട് നെറ്റ്വർക്കിംഗ് പ്രോഗ്രാംസും ഇതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിലൊക്കെ ആകുമ്പോൾ ഇൻഫോ പാർക്കിലെ മറ്റ് കമ്പനികളുടെ അവസരങ്ങളിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ ഒരു കോളേജിലൊരു ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് പകരം അവർ ആക്ച്വലി ദേ ആർ മോൾഡിങ് ഇൻസൈഡ് ദി ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ്. അതൊരു നല്ലൊരു കൺസെപ്റ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. നല്ല ഒരു അക്സെപ്റ്റൻസ് ആണ് അത് എല്ലായിടത്തും. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഈ പ്രോഗ്രാംസ് അതേപോലെ തന്നെ ഈ നമ്മൾ മുമ്പേ സൂചിപ്പിച്ച ഈ നമ്മളുടെ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇതിന് എക്സ്ട്രാ സ്പെഷ്യൽ ഫീസ് ഒക്കെ ഉണ്ടോ? അതെങ്ങനെയാണ് ഷാപ്പിൻ്റെ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആക്ച്വലി നമ്മളത് 2 lakhs വർത്ത് വരുന്ന പ്രോഗ്രാം നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ജയഭാരത് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതിന് അഡീഷണൽ ചാർജസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി, ഈ നെസ്റ്റും ഈ ആംബാസോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിനും എക്സ്ട്രാ പേയ്മെന്റ്സ് ഉണ്ടോ? അഡീഷണൽ പേയ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. അക്കാദമിക്സിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇത് ഓഫർ ചെയ്യുകയാണ്. ഓക്കെ, എനിവേ അത് വളരെ കുട്ടികൾക്ക് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അതൊരു റെവല്യൂഷണറി ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അത് മാക്സിമം ഇൻഡസ്ട്രി അക്കാദമി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അത് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോളേജിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഏതായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് സാറിനോടുള്ള നന്ദി കൂടിയാണ്. താങ്ക് യു. ഈ ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഏതാണ്ട് 2 ലക്ഷം രൂപ വർത്തായിട്ടുള്ള ഗ്ലോബൽ സർട്ടിഫിക്കേഷന് മുഴുവൻ കുട്ടികൾക്കും ഓഫർ ചെയ്യാം എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ഈ ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനായിട്ടുള്ള കരീം സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ SAP എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലിൽ ഒന്നാണ്. അപ്പോൾ ഈ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഓഫർ ചെയ്യുന്നത് EME എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. EME എന്നുള്ളത് SAPയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡൻറ്റ് അക്കാഡമി പാർട്ട്ണറാണ്. അപ്പോൾ EMEയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ സഹദ് കരീം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സാർ, ഇപ്പം നമ്മൾ ഈ മുഴുവൻ കുട്ടികൾക്കും SAPയുടെ ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാമോ? ഈ സ്റ്റുഡൻസിന് അവരുടെ അക്കാഡമിക്സിൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ വേണ്ടി SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പ്ലസ് SAP ലേണിംഗ് ഹബ്ബ് പ്രൊഫഷണൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഈവൻ വീട്ടിൽ നിന്ന് പോലും ലോഗിൻ ചെയ്ത് SAPയുടെ റിയൽ ടൈം കണ്ടൻസ്, അതായത് SAP പറയുന്ന ബെസ്റ്റ് പ്രാക്ടീസ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, SAP എന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. SAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAP ഒരു കമ്പനിയുടെ പേരാണ്. ഒരു ജർമ്മൻ കമ്പനിയാണ്. ഒരു ജർമ്മൻ കമ്പനിയാണ്. പക്ഷെ ആ കമ്പനിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ERP സോഫ്റ്റ്വെയർ മേക്കിംഗ് കമ്പനിയാണ്. അപ്പൊ ERP ഇതിനകത്ത് നമ്പർ 1 ആണ്. അതിനകത്ത് SAPനെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലോകത്തെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ 76% ടച്ചസ് ആൻഡ് SAP സിസ്റ്റം. അപ്പൊ ലോകത്ത് എന്ത് ട്രാൻസാക്ഷൻ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ പോലും അത് ഇപ്പോൾ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ശരി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആണെങ്കിൽ ശരി, അത് അതൊരു SAP സിസ്റ്റത്തിൽ ടച്ച് ചെയ്തിട്ടാണ്. അപ്പൊ അതാണ് ഒരു ഗ്ലോബൽ എക്കോണമിയിൽ ഫോർച്യൂൺ 100 കമ്പനികളിൽ 98% SAP ആണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SAP എന്ന് പറഞ്ഞാൽ ഒരു ERP സിസ്റ്റമാണ്. ERP സിസ്റ്റം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ സൂചിപ്പിക്കുക.
അപ്പൊ ഈ ലേണിംഗ് ഹബ്ബ് പ്രൊഫഷണൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ LMSലോട്ട് SAPയുടെ തന്നെ പ്രൊപ്രൈറ്ററി ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പൊ അതിൻ്റെ അകത്തോട്ട് സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാൻ പറ്റുകയും അവർക്ക് അത് തന്നെ പഠിക്കുകയും അതുപോലെ തന്നെ SAPയുടെ ലൈവ് സെർവേഴ്സിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അവർക്ക് SAPയുടെ 4 ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ചെയ്യാം. അപ്പൊ ഫിനാൻസ് താല്പര്യ കുട്ടികൾക്ക് ഫിനാൻസിൽ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കാം. അതുപോലെ തന്നെ അവർക്ക് പ്രൊക്യൂർമെന്റ് ആണ് താല്പര്യമുള്ളവർക്ക് MBAയുടെ ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ അനുസരിച്ച് അവർക്ക് ഇവിടെ ഈ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഈ MCAക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ബിടെക്കുകാർക്ക് അവർക്കൊക്കെ SAPയുടെ ബ്യൂട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫങ്ഷണൽ ഏരിയ ഉണ്ട്, ടെക്നിക്കൽ ഏരിയ ഉണ്ട്. അപ്പൊ ടെക്നിക്കൽ ആളാണെങ്കിൽ അവർക്ക് പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ MCAക്കാർക്ക് പ്രോഗ്രാമിംഗ് അബാബ് ഉണ്ട്, അതുപോലെ UI UX വേണ്ടി ഫ്യൂറി എന്ന് പറഞ്ഞ ഇതുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള BTP പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള S4HANA ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഈ S4HANA ലോകം മൊത്തം SAPയുടെ സിസ്റ്റംസ് എല്ലാം S4HANAയിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് SAP കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ SAPക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ എല്ലാ കൊല്ലവും 5 ലക്ഷം ഫ്രഷേഴ്സിന് ആണ് ഇതുള്ളത്. അതിൽ SAP ഇന്ത്യയിലുള്ള എക്കോസിസ്റ്റം ഓൾമോസ്റ്റ് 50 lakhs ആണ്. അത് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ എൻട്രി ആയിട്ട് 5 lakhs വരുന്നുണ്ട്. പക്ഷേ 5 lakhs ആൾക്കാർ വരുന്നില്ല. അപ്പൊ കാര്യം എന്താ, ഇതിന്റെ പഠിക്കാനുള്ള ഫീസിന് ഓൾമോസ്റ്റ് 2 lakhs rupees ആണ്. പിന്നെ ഇത് പഠിക്കണമെങ്കിൽ SAP ഉള്ള പാർട്ട്നേഴ്സിന്റെ അടുത്ത് പഠിക്കണം. പിന്നെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ SAP കമ്പനീസിലുള്ള. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എപ്പോഴും ഉള്ളത് കാരണം SAP പ്രൊഫഷണൽസിന്റെ സ്റ്റാർട്ടിങ് ജോലി മാത്രമല്ല കരിയറും വെച്ചടി കേട്ടുമായിരിക്കും. അപ്പൊ ഒരു ഇനീഷ്യലി ഒരു 5 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന കരിയർ ഒരു നിഷേ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു 3 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 lakhs CTC എന്നുള്ളത് 25 lakhs 50 lakhs വരെ ആവും. കാര്യം എന്താ, ഇവര് വർക്ക് ചെയ്യാൻ പോകുന്നത് അത്രയും വലിയ പ്രോജക്റ്റുകളിലായിരിക്കും. അപ്പം സാറ് സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് 2 ലക്ഷം രൂപ വെർത്തായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. ആ അവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച ശമ്പളമുള്ള ജോലികളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പം ഈ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. എനിവേ ഈ ഒരു വളരെ എന്താ പറയുക, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഓഫർ അത് സ്റ്റുഡൻസിന് നൽകുന്നതിനും ആ കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചതിനും സഹദ് സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. അപ്പോൾ ഈ ജയ് ഭാരത് കോളേജിൻ്റെ ഈ അക്കാഡമിക് ഇമേഷൻ പ്രോഗ്രാമിൻ്റെ 2 ഇൻഡസ്ട്രി പാർട്ട്നേഴ്സാണ് നെസ്റ്റ് ഗ്രൂപ്പ്, അതേപോലെ ആബ സോഫ്റ്റ്. ആബ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. വിവിധ മേഖലകളിൽ ബ്രാൻഡിങ്, അതേപോലെ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതുകൂടാതെ BPO, ഇങ്ങനെ പല മേഖലകളിൽ കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട് ഇൻഫോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും തിരുവനന്തപുരത്തും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനിയാണ് ആബ സോഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആബ സോഫ്റ്റിൻ്റെ ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ജിനു തോമസ് ജോസഫും അതേപോലെ തന്നെ ആബ സോഫ്റ്റിലുള്ള ദീപയും നമ്മളോടൊപ്പം ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം ജിനു സാർ, ദീപ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. യെസ്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ട സാറിൽ നിന്നാണ്, നമ്മൾ ഇങ്ങനെ ഒരു അക്കാഡമിയ ഇൻഡസ്ട്രി ഒരു കൊളാബറേഷൻ, അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? സർ പറഞ്ഞതുപോലെ ആബസോഫ്റ്റ് ഒരു 2 decades ആയ ഒരു കമ്പനിയാണ് ഇൻ ടു ദ IT ആൻഡ് ITES ഇൻഡസ്ട്രി. അപ്പം നമ്മൾ ഞാൻ ഒരു 1 decade ആയി ആക്ച്വലി ഇതിൽ അസോസിയേറ്റ് ചെയ്ത് ആബസോഫ്റ്റ് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് ഒരുപാട് ഇത് ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ, കോളേജസിൽ ന്യൂ ഹയർസിനെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നതായ ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. അതായത് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് പറയുമ്പം ഒരു പർട്ടിക്കുലർ അക്കാഡമിക് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു 6 months to 1 year എടുക്കും ഒരു ട്രെയിൻഡ് ആവാൻ വേണ്ടി. അതായത് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. അതിപ്പം സ്കിൽ ആവാം, അല്ലെങ്കിൽ ന്യൂ ടെക്നോളജി ആവാം, പ്രാക്ടിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലേണിംഗ് ആവാം, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആവാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്
ഒരു 6 months and it depends on the ability. ചില ആളുകൾ 3 to 6 months ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ 6 months എടുത്ത് അവനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും 7 months അവൻ അടുത്ത കമ്പനിയിലേക്ക് ചാടി പോവുകയും ചെയ്യും. സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. ബട്ട് ഇറ്റ് ഓഫൻ ഹാപ്പൻസ്. അപ്പം ഒരു 1 year എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ്, ടൈം, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി. അപ്പം ഇവർ ഇൻഡസ്ട്രി റെഡി ആണെങ്കിൽ സ്റ്റുഡൻസ് ഇറങ്ങുമ്പോഴേ അതാണ് ഇതിനകത്തിലെ ഒരു മെനി കമ്പനീസ് ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ സെയിം. അതായത് ഇതാണ് എല്ലാ കമ്പനീസും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് കിട്ടും ഇങ്ങനെ ഒരു അക്കാഡമി ആയിട്ട് ഒരു ടൈപ്പിന് പോയാൽ അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആബാസോഫ്റ്റും ജയ് ഭാരതുമായിട്ടുള്ള ഒരു അനീഷ്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ദീപ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 2024 ബാച്ച് ഓൺവേർഡ്സ് ആണല്ലോ അല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് MBA MCA ഈ 2 പ്രോഗ്രാംസിന് വേണ്ടി അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഹൗ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ഗെറ്റ് ബെനിഫിറ്റഡ്. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ബെനിഫിറ്റ് സാറ് പറഞ്ഞു, Day 1 ഓൺവേർഡ്സ് ദേ വിൽ ബി പ്രൊഡക്റ്റീവ്. പക്ഷെ സ്റ്റുഡൻസിന് എന്തൊക്കെ വിധത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക അതൊന്ന് സൂചിപ്പിക്കാം. ഇവർ ഇറങ്ങുമ്പം ഏബിൾ ആകുക. ഓക്കെ, അതായത് സോ ദേ വിൽ ബി പ്രൊഫൗണ്ട്. അതാണ് കറക്റ്റ്. ദേ വിൽ ബി പ്രൊഫൗണ്ട് ഇൻ ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജീസ് അറിയാൻ പറ്റും. സ്കിൽ സെറ്റ് ഇംപ്രൂവ്ഡ് ആയിരിക്കും. അങ്ങനെ കുറെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വ്യത്യാസമായിരിക്കും. അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഒരു ആംഗിളിൽ സംസാരിക്കാൻ പറ്റും. അതായത് 100% റെഡി ഫോർ ദ ഇൻഡസ്ട്രി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 1500+ എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഞങ്ങള് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് തന്നെ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്ക് Day 1 ഓൺവേർഡ്സ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചറും ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞോളൂ, ഇൻഫോ പാർക്കിൽ ഒരു 500+ കമ്പനീസ് ഉണ്ട്. ഒരു 70,000 to 1 lakh+ എംപ്ലോയീസ്. സ്മാർട്ട് സിറ്റി ടെക്നോ പാർക്കിലാണെങ്കിൽ ഇതിന്റെ ഒരു ഇരട്ടി. പിന്നെ ഇറ്റ്സ് ബൂമിങ്. സൈബർ പാർക്ക് ഇറ്റ്സ് ബൂമിങ്. അപ്പം ഭയങ്കര റിക്വയർമെന്റ് ആണ്. ഇപ്പൊ ഇത് കഴിയുമ്പം ആബസോഫ്റ്റിന് ആവശ്യമുള്ളത് കിട്ടുമോ? അപ്പം ആബസോഫ്റ്റ് എടുക്കുവോ എന്നതിനേക്കാൾ ഉപരി മറ്റ് കമ്പനികൾ ഇവരെ കൊണ്ടുപോകാനുള്ള സാധ്യതകളും കൂടി ഉണ്ട്. ബിക്കോസ് ദേ ആർ ജോബ് റെഡി എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ സ്കിൽസ് അല്ലെങ്കിൽ ഒരു ഓവറോൾ അതുകൂടി ഒന്ന് സൂചിപ്പിക്കാമോ? എന്തൊക്കെ ഏരിയാസിലെ ഒരു ഡെവലപ്മെന്റ് ഇവർക്ക്? സാറ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, സോഫ്റ്റ് സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽ, എന്നാൽ പോലും ഒന്ന് സൂചിപ്പിക്കാം. ഉദാഹരണത്തിന് കരിക്കുലം ഫോളോ ചെയ്യുമ്പം അതിൽ ഒരുപാട് C++ അല്ലെങ്കിൽ ജാവ, ദാറ്റ്സ് ഹൗ ദേ ഗോ ഇറ്റ്. പക്ഷേ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് എന്ന് പറയുമ്പോൾ അവർക്ക് പുതുതായിട്ട് വരുന്ന എല്ലാ ടൂൾസ്, ഇപ്പം ജിറ, സെലീനിയം, അല്ലെങ്കിൽ ഇപ്പം പുതിയ ലാംഗ്വേജ് റിയാക്ട്, ആംഗുലർ, ദേ ബീങ് പ്രൊഫൗണ്ട്. എല്ലാം ദേ ഗെറ്റിംഗ് ഇറ്റ് ഓൺ. അതാണ് ഒരു വ്യത്യാസം. പിന്നെ വേറെ കാര്യമുള്ളത്, നമ്മൾ കരിക്കുലം മാത്രം അക്കാഡമിക് പഠിച്ചിറങ്ങുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവരൊരു 100% പ്രൊഡക്റ്റീവിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 times എഫിഷ്യൻസി കൂടും ഇൻഡസ്ട്രി. അക്കാഡമി, ഐ മീൻ ഐ എം നോട്ട് ബ്ലെയിമിങ്, അങ്ങനെയല്ല പറയുന്നത്. അതായത് they are good enough, പക്ഷേ 10 times more efficient ആയിരിക്കും if they have a industry specific learning. അതാണ് that makes them better in the market. അപ്പം സാറ് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു സ്റ്റുഡൻറ്റ് ഇതിലൂടെ എത്തുന്നതിലൂടെ അവർക്കൊരു അക്കാഡമിക് ലേണിംഗ് മാത്രമല്ല, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസും നോളജും ഒക്കെ അക്വയർ ചെയ്യുന്നതിനും നിങ്ങൾ പഠനം കഴിയുന്നതോടെ ഇൻഡസ്ട്രി റെഡി ആയിട്ട് അല്ലെങ്കിൽ ജോബ് റെഡി ആയിട്ട് മാറുന്നതിനും കഴിയും എന്നാണ് സൂചിപ്പിച്ചത്. അപ്പം ഏതായാലും ഈ ഒരു ഇൻഫർമേഷൻ തന്ന ജിനു സാറിനോടും അതേപോലെ തന്നെ ദീപയാണ് ഇതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് ഇരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുപക്ഷെ ദീപയായിരിക്കും ആബസോഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ രണ്ടുപേരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും 2 ലക്ഷം റുപ്പീസ് വർത്തായിട്ടുള്ള SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ലഭ്യമാകുന്ന, അതല്ലെങ്കിൽ MBA MCA സ്റ്റുഡൻസിന് ഇൻഫോ പാർക്ക് കമ്പനികൾ, അതല്ലെങ്കിൽ നെസ്റ്റ് ടെക്നോളജീസ്, ആബസോഫ്റ്റ് പോലെയുള്ള കമ്പനികളിൽ ഫസ്റ്റ് സെമസ്റ്റർ ഓൺവേർഡ്സ് ഇൻറ്റേൺഷിപ്പ് പോലെയുള്ള ജോബ് റെഡിനെസ് പ്രോഗ്രാമുകളൊക്കെ ലഭ്യമാകുന്ന 1 കോടി രൂപയുടെയൊക്കെ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്ന ജയ് ഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ അഡ്മിഷനെക്കുറിച്ച് കൂടുതൽ അറിയണം, അവിടെ പഠിക്കണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അഡ്മിഷൻ സെല്ലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം.
ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ല്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.